ആഗോള അയ്യപ്പ സംഗമത്തിലെ ചെലവ് കണക്കുകളിലെ അവ്യക്തതയിൽ പിഴവ് സംഭവിച്ചത് ദേവസ്വം ബോർഡിനെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പിഴവ് ഓഡിറ്ററുടേതല്ലെന്നും ഓഡിറ്റർക്ക് ദേവസ്വം ബോർഡ് കൃത്യമായ മറുപടി നൽകിയില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വസ്തുതാപരമായ പിശകുകളുണ്ടായി. ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമല്ലെന്നും പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 26-ന് കോടതിയിൽ സമർപ്പിക്കുമെന്നും കെ ജയകുമാർ. ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ഈ ബോർഡിന്റെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമായത്. ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി പാലിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു അന്തിമമായ റിപ്പോർട്ടായി ഈ ബോർഡ് കരുതുന്നില്ല. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 27-ാം തീയതിയാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിന്റെ തീരുമാനം. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഇതിപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, അല്ലാതെ ഓഡിറ്ററുടേതല്ല എന്ന് സമ്മതിക്കുകയാണ്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് അന്തിമമല്ല, അത്യാവശ്യം വേണ്ട തിരുത്തലുകൾ വരുത്തി വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇതേ ചൊല്ലി ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഈ ഒരു വ്യക്തത വരുത്തൽ എന്നുള്ളതാണ്. ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവരങ്ങളായി പുറത്തേക്ക് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് ഇപ്പോഴും ഈ കണക്കുകൾ സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഓഡിറ്റ് റിപ്പോർട്ടിൽ മുൻ ദേവസ്വം ബോർഡിന് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് IIIC എന്ന ഊരാളുകളുടെ കമ്പനിയുമായി പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. അപ്പോഴടക്കം ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാട് 4.99 കോടി രൂപ മാത്രമായി ചെലവ് നിജപ്പെടുത്താൻ അന്നത്തെ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നുവെന്നും ആ പണം മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുമാണ്. എന്നാൽ ഈ IIIC ബില്ലായി കൊടുത്തിരിക്കുന്നത് 7 കോടിയിലധികം രൂപയാണ്. അതെങ്ങനെ മീറ്റ് ചെയ്യും, അതെങ്ങനെ IIIC സംബന്ധിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്ക. അതിലിപ്പോൾ കെ ജയകുമാർ പറയുന്നത് ഈ 4.99 കോടി എന്നുള്ള കാര്യത്തിലേക്ക് അവർ IIIC അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദമായ പഠനത്തിന് വിധേയമായത്. ഓഡിറ്റ് റിപ്പോർട്ട് കോടതി നിശ്ചയിച്ച സമയപരിധി ഉള്ളതിനാൽ മുൻപ് വിശദമായി പരിശോധിക്കാതെ റിപ്പോർട്ടായി നേരിട്ട് കൊടുക്കുകയായിരുന്നു. കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നില്ല. ഓഡിറ്റർ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു, എന്നാൽ കൃത്യമായ മറുപടി സമയബന്ധിതമായി നൽകാൻ ബോർഡിന് സാധിച്ചിരുന്നില്ല. ഇതൊരു പിഴവാണ്. ഈ പിഴവിലെ വ്യക്തതക്കുറവാണ് ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേടായി അല്ലെങ്കിൽ വീഴ്ചയായി വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കെ ജയകുമാർ എന്ന് വിശദീകരിച്ചു. അതിനുവേണ്ടി വേണ്ട തിരുത്തൽ വേഗത്തിൽ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും 10 ദിവസത്തിനുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ പോരായ്മകൾ പരിഹരിക്കുമെന്നും ഇതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവർ അടങ്ങുന്നവരാണ് ഈ ടാസ്ക് ഫോഴ്സ്. ഇവർ ഓഡിറ്ററുമായി ചർച്ച ചെയ്ത് അടുത്ത 26-ാം തീയതി കോടതിയിൽ വിശദമായ റിപ്പോർട്ട്, വ്യക്തത വരുത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഇന്ന് കെ ജയകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.